ഫോർ എക്സാമ്പിൾ, ശ്വാസം എടുക്കാൻ പറ്റാതെ ഒരാളവിടെ പ്രശ്നത്തിലിരിക്കാന്ന് സങ്കല്പിക്കാം. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇൻഹേലറായിട്ട് ഓടിച്ചെല്ലുകയാണ് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി. അവിടെ ഞാൻ ഓടിച്ചെല്ലുന്ന സമയത്ത് ഞാനൊരു ചെയർ തട്ടി വീഴാൻ പോയാലോ ആൾക്കാർ കളിയാക്കും എന്നെ. അവിടെ എൻ്റെ ടാസ്ക് എന്താ? ഞാൻ ആ ഇൻഹേലർ കറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് റിസോൾവ് ചെയ്യാം. അതേപോലെ നിങ്ങളൊരു സ്പീച്ച് ഡെലിവറി ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് കറക്റ്റായിട്ട് കൺവേ ചെയ്യുക. അത് മാത്രമായിരിക്കണം നമ്മളുടെ ഗോൾ അല്ലെങ്കിൽ തോട്ട്. അതിനിടയിൽ നിങ്ങളുടെ വാക്കുകൾ ഇടറാം, നിങ്ങൾ പറയാൻ വന്ന വാക്കുകൾ മാറി വേറെ എന്തെങ്കിലും ആയി പോവാം. അതൊന്നും അവിടെ വിഷയമല്ല. ഇൻഹേലർ എങ്ങനെയാണോ നിങ്ങൾ കൊടുക്കാൻ ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓടിപ്പോയി രക്ഷപ്പെടുന്നത്, അതേപോലെ നിങ്ങളുടെ ഐഡിയ നിങ്ങൾ ആ ക്രൗഡിൻ്റെ മുന്നിൽ കൺവേ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഗോൾ. അങ്ങനെ ആകുമ്പോൾ ഈ പ്രശ്നം വരില്ല. രണ്ടാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ആങ്സൈറ്റീനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി ഒരു സ്റ്റേജിൻ്റെ മുകളിൽ, ഒരു പോഡിയത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആങ്ഷ്യസ് ആവും. അതിനെ എക്സൈറ്റ്മെൻറ്റായി കൺവേർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു റോളർ കോസ്റ്ററിൽ, വീഗാലാൻഡിൽ പോയിട്ട് ഒരു റോളർ കോസ്റ്ററിൻ്റെ മുകളിൽ കയറാൻ നിൽക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ സന്തോഷത്തോടെ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന് പോഡിയത്തിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ള ഫീലും റോളർ കോസ്റ്ററിലേക്ക് നമ്മൾ കയറാൻ നിൽക്കുന്ന ഫീലും സെയിം ആണ്. രണ്ട് സമയത്തും ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും. ഒന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒന്ന് പേടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ആങ്സൈറ്റീനെ എക്സൈറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക.